ലോകാവസാനം, മഹാദുരന്തം, ഇത്തരം കഥകളുള്ള സിനിമകളുടെയും മറ്റുമൊക്കെ പ്രത്യേകത എന്തെന്നാൽ അതിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു ഗ്രിപ്പിംഗ് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചിത്രങ്ങൾ സിനിമാ ലോകത്ത് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അതിപ്പം സോംബി ചിത്രങ്ങളായാലും ലിവിംഗ് ഡെഡ് ആയാലും വൈറസ് ഔട്ട് ബ്രേക്ക് ആയാലും എല്ലാം. അത്തരമൊരു നിഗൂഢ രോഗത്താൽ വീണുപോകുന്ന ലോകത്തിലെ ശേഷിക്കുന്ന ഒരുവന്റെ കഥ പറയുന്ന പുതിയ സ്കൈഫൈ സീരീസാണ് എർത്ത് അബൈഡ്സ്. ഒരു നോവൽ അഡാപ്റ്റഡ് സീരീസാണ്. കൂടാതെ കുറെ എൻഗേജിംഗ് മൊമെന്റ്സ് എല്ലാമുള്ള എർത്ത് അബൈഡ്സിന്റെ 1ാം എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നാലോ? ഒരു കൊടുങ്കാടിന് നടുവിലെ വലിയൊരു ക്യാബിനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ ക്യാബിനുള്ളിൽ നല്ല മനോഹരമായ സംഗീതമൊക്കെ ഇട്ട് കേട്ടുകൊണ്ട് ഒരാൾ എന്തോ കുറിപ്പ് എഴുതുകയാണ്. അതാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ഇഷർവുഡ് വില്യംസ്. പുള്ളി എഴുതുന്നത് ഒരു ലേഖനമാണ് തൻ്റെ ഗവേഷണത്തെക്കുറിച്ച്. ഇത് 3ാം തവണയായി ഇന്ന് കൊറിയയുടെ തെക്കൻ പ്രദേശത്ത് വീണ്ടും ചെയ്യാൻ പോവുകയാണെന്നും അവിടെ എവിടെയോ പൈറേറ്റ് എന്ന കല്ലിന്റെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടെന്നും ഇന്ന് കണ്ടുപിടിക്കുമെന്നെ മനസ്സ് പറയുന്നു. എന്നെല്ലാം നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ഇതേ സമയം തന്നെ അമ്മ വിളിക്കുകയാണ്. പക്ഷേ കാര്യമാക്കുന്നില്ല. ഭൂഗർഭശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരു പ്രബന്ധം തയ്യാറാക്കാനുള്ള പദ്ധതിയിലാണ്. മടയരുടെ സ്വർണം എന്നും അറിയപ്പെടുന്ന പൈറേറ്റ് എന്നൊരിനം ലോഹശിലയുടെ ഖനനം നടത്തുന്നതിന് ആപ്റ്റായ പ്രദേശം തിരഞ്ഞാണ് അവിടെ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ റെഡിയായി ബാഗും ചുറ്റിലുമൊക്കെ എടുത്ത് ആ ദിവസത്തെ തിരച്ചിലിനായി നടന്ന് കോറിയിലെത്തി. നടത്തുന്ന ഓരോ ഫൈൻഡിങ്സും പേപ്പറിൽ പകർത്തി ഒടുവിൽ ആ മനസ്സ് പോലെ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് പൈറേറ്റിന്റെ സാന്നിധ്യം. അവിടെ ഇരുന്ന് കല്ലുകൾ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ പെട്ടെന്ന് പാറയിടുക്കിലിരിക്കുന്ന ഒരു പാമ്പ് ഇഷിനെ കടിക്കുന്നു. റാറ്റിൽ സ്നേക്കാണ്. മരണസാധ്യത കൂടുതലല്ലെങ്കിലും വിഷയമാണ്. കടിയേറ്റ് വേദന കൊണ്ട് പൊളഞ്ഞ് ആംബുലൻസിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നതിനിടയിൽ അത് കയ്യുന്ന വഴുതി പാറയിടുക്കിലേക്ക് വീഴുന്നു. ഒന്നും നോക്കാതെ കയ്യിലെ കത്തിവെച്ച് കടിച്ച ഭാഗത്ത് ചെറിയൊരു വെട്ടി ചോര കുറച്ച് ഊറിക്കളഞ്ഞ് പാമ്പിനെയും പ്രാപിക്കൊണ്ട് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു കയറി അവിടെ വീണു പോവുകയാണ്. എങ്ങനെയോ എണീച്ച് കുറച്ച് വെള്ളം കുടിച്ച് വീണ്ടും നേരെ വീഴുന്നു കട്ടിലേക്ക്. ശ്വാസം നിർത്തരുതെന്ന് സ്വയം പറഞ്ഞ് പതിയെ ബോധം നഷ്ടപ്പെടുന്നു. കുറച്ചു നേരം കഴിഞ്ഞിരിക്കുന്നു. ബോധം പൂർണ്ണമായി നശിച്ചിട്ടില്ലെങ്കിലും മങ്ങിയ മൈൻഡിൽ കൈയൊന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു ബലൂൺ പോലെ വീർത്തിരിക്കുന്നു. ആകെ ഒരു പെരുപ്പ്. ശ്വാസം വലിക്കാൻ കഷ്ടപ്പെടുന്നുമുണ്ട്. കുറെ കഴിഞ്ഞ് ട്രീറ്റ് വീണ സമയം ടോർച്ചുമായി ആരൊക്കെയോ വന്ന് കതകിൽ മുട്ടി വിളിക്കുന്നത് പോലെ തോന്നുന്നു ഇഷിന്. അവന് പനിയാണെന്നും പറഞ്ഞവർ പോകുന്നതായി തോന്നിയ ശേഷം വീണ്ടും പ്രകാശം എത്തിയിരിക്കുന്നു. ഹെലികോപ്റ്റർ കടന്നു പോകുന്നത് പോലെ. വീണ്ടും മയങ്ങിയ ശേഷം ഇരുട്ടിൽ ബോധം വീണ് അവിടെയുള്ള ബോട്ടിലെ വെള്ളമെല്ലാം ആർത്തിയോടെ കുടിച്ച് അമ്മയെ വിളിച്ചുകൊണ്ട് വീണ്ടും വീണു പോവുകയാണ്. പാറയിടുക്കിൽ ഇതേ സമയം ഫോണിൽ അമ്മയുടെ ഒരു മെസ്സേജ്, വി ലവ് യു. അടുത്തൊരു പകൽ എഴുന്നേൽക്കുന്നു. കുറച്ചൊന്ന് നോർമലായി. കയ്യിലെ നീരിലും കുറച്ച് മാറ്റം കണ്ട് പതിയെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി എന്തായാലും ആശുപത്രിയിലേക്കൊന്ന് പോവുക തന്നെ എന്ന രീതിയിൽ ഒരുങ്ങി പതിയെ കാറിനടുക്കലേക്ക് വരുന്നു. കുറച്ചു കാലങ്ങളായി ആ വാഹനത്തെ ചലിപ്പിച്ചിട്ടില്ലെന്ന് പ്രഥമദൃഷ്ടിയാൽ വ്യക്തം. ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ടൗണിലേക്ക് നീങ്ങുകയാണ് കാറിലെ റെക്കോർഡിംഗും പ്ലേ ചെയ്തുകൊണ്ട്. കാലത്തിന്റെ തുടക്കം മുതൽ മനുഷ്യർ അവർ നിൽക്കുന്ന ഭൂമിയുടെ മറിഞ്ഞിരിപ്പുള്ള രഹസ്യങ്ങൾ ചികഞ്ഞു കണ്ടെത്താൻ വെമ്പൽ കൊണ്ടിരുന്നു. അതിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാനും അതിനു പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും. ഈ ഒരു കൗതുകമായിരുന്നു ജിയോളജിയുടെ ഉദയത്തിന്റെ ആരംഭം. മറ്റെല്ലാവരും മേലേക്ക് നക്ഷത്രങ്ങളെ നോക്കി ഒരു ദൈവികാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ജിയോളജിസ്റ്റുകളാകട്ടെ എല്ലായ്പ്പോഴും താഴെ ഭൂമിയിൽ നിന്ന് മാത്രം കുഴിച്ചെടുക്കാവുന്ന നിധികളുടെ പിറകെയായിരുന്നു. ഉടനെ കേട്ടുകൊണ്ടിരുന്ന ഈ റെക്കോർഡിംഗ് നിർത്തിയിട്ട് താൻ പോയിക്കൊണ്ടിരിക്കുന്ന ടൗണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് വീക്ഷിച്ച് തൊട്ടടുത്ത ജംഗ്ഷനിലെത്തി ആദ്യ പിടിച്ച് ഇറങ്ങുന്നു. നേരെ നടന്നെത്തുന്നത് അവിടെ കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശവശരീരത്തിനടുത്തേക്ക്. മുഖത്ത് കൊച്ചു മുറിപ്പാടുകളൊക്കെയായി ജീർണിച്ചിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ശരീരം കണ്ടെന്താണെന്ന് മനസ്സിലാവാതെ ചുറ്റും നടന്ന് വീക്ഷിക്കുമ്പോഴാകട്ടെ ശാന്തത. കാറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന മറ്റൊരു ജഡം. അടുത്തായി ഒരു ഡിജിറ്റൽ ബോർഡ് കണ്ട് സ്തബ്ധനാവുകയാണ്. ലോകവ്യാപകമായി പകർന്നുകൊണ്ടിരിക്കുന്ന മഹാമാരി മൂലം USA ഗവൺമെന്റ് അനിശ്ചിതമായി പ്രവർത്തനരഹിതമായിരിക്കുന്നു. നിൽക്കുന്ന സ്ഥലം മാത്രം ഏകരക്ഷ. ദൈവം രക്ഷിക്കട്ടെ. വിശ്വസിക്കാനാകാതെ തിരിച്ചോടി വണ്ടിയിലേക്ക് കയറി തൻ്റെ അമ്മയും അച്ഛനുമുള്ള സ്വന്തം വീട്ടിലേക്ക് വിടുകയാണ്. പല എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ വിളിച്ചുകൊണ്ട്. ഒന്നിലും റെസ്പോൺസ് ഇല്ല. നേരെ വീട്ടിലെത്തി ചുറ്റുപാടുമുള്ള ശാന്താന്തരീക്ഷം നോക്കി അകത്തേക്ക് കയറുന്നു. ചുറ്റും ഒരു അനക്കവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന ഭയത്താൽ പതിയെ അകത്തു കയറി അമ്മയും അച്ഛനെയും വിളിച്ച് നടക്കുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ രീതിയിൽ പ്ലേറ്റുകൾ വെച്ചിരിക്കുന്നു. കുറച്ചു നേരം പേടിച്ച് നിന്നിട്ട് പതിയെ ബെഡ്റൂമിലേക്ക് കയറുന്ന നേരം ശക്തമായ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് മൂക്കുപൊത്തി വന്ന് നോക്കുമ്പോൾ കട്ടിലിൽ കിടക്കുകയാണ് ഇഷിന്റെ അച്ഛൻ, ജീർണിച്ച അവസ്ഥയിൽ ഈച്ചരിച്ചുകൊണ്ട്. വീർപ്പ് മുട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചലനമറ്റ് കിടക്കുന്ന അമ്മയും ചില ഗുളികകളും കിടപ്പുണ്ട്. നിറ കണ്ണുകളോടെ ആ കാഴ്ച കണ്ട് വന്ന അമ്മയൊന്ന് തഴുകിയിട്ട് ടേബിളിലിരുന്ന് പൊട്ടിക്കരയുന്നു. സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ജീർണിച്ച ശവശരീരങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കാണേണ്ടി വരുന്ന ഒരു മകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? കരഞ്ഞ് സ്വയം ദേഷ്യപ്പെട്ട് വീടിന് പുറത്തായി കുഴിയെടുത്ത ശേഷം ഇരുവരെയും പുതച്ചുകൊണ്ട് അവിടെ കിടത്തി ആ കുഴി മൂടുന്നു.
ഏങ്ങലിച്ചുകൊണ്ട്. ടേബിളിൽ ഫലവർഗ്ഗങ്ങൾ ചീഞ്ഞിരിക്കുന്നു, എന്നാൽ പൂർണ്ണമായുമില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നൊരെത്തും പിടിയുമില്ലാതെ ആ രാത്രി ഉറക്കമില്ലാതെ കഴിച്ച ശേഷം അടുത്ത വെളിച്ചം പരവുമ്പോൾ തന്നെ നേരെ പുറത്തുപോയി മനുഷ്യജീവൻ്റെ എന്തേലും ശേഷിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരു പള്ളിയിലെത്തപ്പെടുന്നു. എന്നാൽ ആ പള്ളിയും ഒരു ദുരന്തമുഖമായി തീർന്നിരിക്കുന്നു. വികാരിയച്ഛൻ സഹിതം ഒട്ടനേകം പേർ അതിനുള്ളിൽ തന്നെ കിടന്ന് മരണപ്പെട്ടതുപോലെയുള്ള ഈ കാഴ്ച കാണുമ്പോൾ, കൂടെ മുൻപ് കണ്ട കാഴ്ചകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട എന്തോ സംഭവ വികാസങ്ങളാണ്. പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മരണമടയേണ്ടി വരുന്ന അവസ്ഥ തികച്ചും അപ്രതീക്ഷിതം. ഈഷ് നേരെ ഒരു ഹൈപ്പർ മാർട്ടിലെത്തി അവശ്യ സാധനങ്ങളും ഒപ്പം ഒരു റൈഫിളും തോക്കുമെടുത്ത് വണ്ടിയിലാക്കി ആരെങ്കിലും ഉണ്ടാകും ജീവനോടെ എന്ന പ്രതീക്ഷയിൽ വണ്ടി ഓടിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു അനക്കം എവിടെയെങ്കിലും കാണണേ എന്ന വെമ്പലോടെ. അങ്ങനെ പോകുമ്പോൾ മുമ്പിലതാ മറ്റൊരു തടസ്സം. മറികടക്കേണ്ട പാലം അടച്ചിട്ടിരിക്കുന്നു. ഒരു മുന്നറിയിപ്പ് ബോർഡും അതിന് മുന്നോടിയായുണ്ട്. ചുറ്റുപാടിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഈഷ് മാത്രമല്ല ഈ സിറ്റുവേഷനിൽ അവിടെ നിൽക്കേണ്ടി വന്നത്. നിരാശയിൽ തലയിൽ കൈകൾ വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കൂട്ടം മറ്റു വണ്ടികളും അവിടെ കിടപ്പുണ്ട്. മാത്രമല്ല അവിടെ സുരക്ഷയ്ക്കായി നിന്നിരുന്ന മേധാവികൾ ഉൾപ്പെടെ അവിടെയുമുണ്ട് കുറേ ജഡങ്ങൾ. എണീക്കടാ ചെറ്റേ. ഈഷിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് സ്വയം ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം തൻ്റെ ഒരു സ്വപ്നമാണെന്ന പോലെ. നേരെ വണ്ടിയെടുത്ത് യാതൊരുവിധ ലക്ഷ്യബോധവുമില്ലാതെ തിരികെ ഹൈ സ്പീഡിൽ ഓടിച്ചെത്തുന്നത് ലാസ് വേഗാസിലേക്ക്. ഹൂവർ ഡാമിൻ്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിനാൽ പ്രകാശപൂരിതമാണ് നഗരം, ജനങ്ങളില്ലെങ്കിൽ കൂടി. ഒരാളെങ്കിലും കണ്ടുകിട്ടുമോ എന്ന രീതിയിൽ ഈഷ് അവിടെയുള്ള ഒരു മാളിൽ കയറി പരുതുമെങ്കിലും നെഗറ്റീവ് റിസൾട്ട്. എസ്കലേറ്റർ, ഗെയിം അറീനയുമെല്ലാം തകൃതിയായി പ്രവർത്തിക്കുന്നുണ്ട് താനും. ആ രാത്രി അവിടെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാതെ തങ്ങി സ്വിമ്മിംഗ് പൂളിൽ നിരാശയുടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ആരുമില്ലെന്ന കാരണത്താൽ നഗ്നനായി തന്നെ അവിടെയുള്ള ബാറിൽ കയറി 2 സ്മോൾ അടിക്കുന്നതും എനിക്കൂടെ 2 അടിക്കുന്ന ഒരു പെൺശബ്ദം. ഞെട്ടി നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. പിറകിലായി ഒരു പുരുഷനും നടന്നെടുക്കുമ്പോൾ നാണം മറച്ചുകൊണ്ട് നിൽക്കുന്ന ഈഷിനടുത്തേക്കെത്തി ആ സ്ത്രീ പുരുഷനോട്, മിൽട്ടൺ, നമ്മുടെ പുതിയ സുഹൃത്തിന് ഒരു മേലങ്കി കൊണ്ടുകൊടുക്കൂ. ഫൈനലി 2 പേരെങ്കിലും ജീവനോടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഈശ്വർ മുൻപിൽ. മിൽട്ടനും ആനും ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരല്ല, ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തി ആ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. മഹാമാരിയുടെ ദുരന്തം വ്യാപിച്ച ശേഷം പൊട്ടിപ്പുറപ്പെട്ട വൈറസിനെതിരെയുള്ള പ്രതിരോധ ശക്തി ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാകാം ജീവൻ നിലനിൽക്കുന്നത് എന്ന് കരുതുന്ന 2 പേർ. കഴിഞ്ഞ 3 ആഴ്ചകളായി ടൗണിൽ നടന്ന കാര്യങ്ങൾ അറിയാതെ കുഴങ്ങുന്ന ഈഷിനെ മനസ്സിലാക്കി മിൽട്ടൺ തൻ്റെ ഫോണിൽ നിന്നും ഒടുവിലായി എത്തി ചില വാർത്താ ക്ലിപ്പിങ്ങുകൾ എടുത്ത് കാണിക്കുകയാണ്. ഈഷിൻ്റെ ഫോൺ നേരത്തെ തന്നെ മിസ്സിംഗ് ആയത് നമ്മൾ കണ്ടതാണ്. TV-യിൽ ബ്രോഡ്കാസ്റ്റിംഗ് നടത്താൻ ആരും ജീവിച്ചിരിപ്പില്ല എന്നത് മറ്റൊരു നഗ്നസത്യം. ഈഷ് ഫോണിലെ റെക്കോർഡഡ് ബ്രേക്കിംഗ് ന്യൂസുകൾ കാണുകയാണ്. ഒരു അജ്ഞാത വൈറസിന്റെ പൊട്ടിപ്പുറപ്പെടലും അതിനെ തുടർന്നുണ്ടായ അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങളും ശക്തമായ മുന്നറിയിപ്പുകളും രോഗികളാൽ കവിഞ്ഞ ആശുപത്രികളെക്കുറിച്ചെല്ലാമുള്ള വാർത്തകൾ കണ്ട് പുതുതായി ഒരു മഹാമാരി വ്യാപിക്കുന്നതിനെക്കുറിച്ചും വാക്സിനുകൾ ഫലപ്രദമാക്കാത്തതുമായ വാർത്തകൾ താൻ കണ്ടിരുന്നുവെന്നും എന്നാൽ പെട്ടെന്ന് തന്നെ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ഇത്രയും രൂക്ഷമാകുമെന്ന് കരുതിയിട്ടില്ലെന്നും പറയുന്ന ഈഷിനോട് ഇതിനു മുമ്പ് വന്ന പാൻഡമിക്കിനെ പോലെയാണ് ഇതെന്നും കണക്കുകൂട്ടി ഗൗരവമായി എടുക്കാഞ്ഞ സർക്കാർ ആദ്യം തയ്യാറാവുന്നതും എന്നാൽ ക്ഷണനേരം കൊണ്ട് ഈ മഹാമാരി വ്യാപിച്ചതുമാണ് ഇത്തരമൊരവസ്ഥയിലെത്താൻ കാരണമെന്ന് പറഞ്ഞ് ആൻ തന്റെ മകൾ കൺമുൻപിൽ വീഡിയോ കോളിൽ നിൽക്കുമ്പോൾ മരണപ്പെട്ടതേക്കുറിച്ചുള്ള വ്യസനം അറിയിക്കുമ്പോൾ മിൽട്ടൺ ഈ ലോകത്ത് തന്നെ ഇനി ആരും ശേഷിക്കുന്നില്ലെന്നാണ് താൻ കരുതുന്നതെന്ന പറച്ചിൽ കേട്ട് ഞാനിത് വിശ്വസിക്കില്ലെന്ന രീതിയിൽ ഈഷ് അവിടുന്ന് സ്ഥലം കാലിയാക്കി ലിഫ്റ്റിനടുക്കിലേക്ക് പോകുന്നെങ്കിലും പിടിച്ചു നിർത്തുന്നു. ആ കേട്ടതൊക്കെ സത്യമാണെങ്കിലോ അവർ മാത്രമായിരിക്കുമോ ഇനി ഏക കൂട്ട് എന്ന വിചാര മനസ്സ്. അവിടെ തന്നെ തൻ്റെ പ്രതീക്ഷയിൽ അള്ളിപ്പിടിച്ചുറങ്ങി പിറ്റേന്ന് എഴുന്നേൽക്കുന്ന ഈശ്വർവുഡ് തിരികെ നടന്നവരെ അന്വേഷിച്ചൊടുവിലെത്തുന്നത് ആനിയനടുക്കൽ. ഇതിന് പുറത്തായി വലിയൊരു ലോകം തന്നെ സഹായിക്കാനായി കിടക്കുകയാണെന്നാണ് വിശ്വാസമെന്നും ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു ആശ്വാസമല്ലേ എന്നുള്ള ഈഷിൻ്റെ ചോദ്യം കേട്ട് നൽകുന്നത് വളരെ സാഡിസ്റ്റിക്കായ ഒരു മറുപടി. എൻ്റെ നെഞ്ച് ഇപ്പോഴും പിടയ്ക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുകയാണെന്ന് കരുതരുത്, ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മിൽട്ടൺ ആഹാരം തയ്യാറാക്കുന്ന റെസ്റ്റോറൻറ്റിലെത്തി അവിടെ ഇരുന്ന് ആൻ ഇരുവരുടെയും കാര്യങ്ങൾ ഈഷിൻ്റെ ചോദ്യങ്ങൾ കേട്ട് പങ്കുവയ്ക്കുകയാണ്. ഹസ്ബൻഡ് ഡെയ്റ്റൺ എന്ന സ്വന്തം സ്ഥലത്ത് തൻ്റെ പെൺമക്കളോടൊപ്പം മരണമടഞ്ഞു. ലാസ് വേഗാസിലെത്തിയതൊരു കോൺഫറൻസിനായി. മിൽട്ടൻ്റെ വൈഫ് ഈ ഹോട്ടലിൽ വെച്ച് തന്നെ അന്ത്യം. ആഹാരവുമായി എത്തി മിൽട്ടൺ ഇരുന്ന് ഞങ്ങൾ 2 പേരും മാത്രമേ ഈ ലോകത്ത് ശേഷിക്കുന്നുള്ളൂ എന്ന് കരുതി. ഇപ്പോൾ നിങ്ങളും എത്തി എന്ന് പറയുമ്പോൾ താൻ ഇവിടെ ഒതുങ്ങി നിൽക്കില്ലെന്നും ഈ വലിയ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കണമെന്നുള്ള ഈഷിൻ്റെ തീരുമാനം കേട്ട് ആൻ അപ്സെറ്റായി എഴുന്നേറ്റ് പോകുമ്പോൾ കുറച്ച് നാളുകൾ കൂടി എന്തായാലും ജനറേറ്ററുകളെല്ലാം വർക്കിംഗ് ആയിരിക്കുമെന്നും അത്രയും നാളത്തേക്ക് നമുക്കിവിടെ കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടെന്നും ഒടുക്കം വരെ അങ്ങനെ പോകാമെന്നും മിൽട്ടൺ ഈഷിനോട് അവിടെ നിൽക്കുക എന്ന അഭ്യർത്ഥന രൂപത്തിൽ പറയുമ്പോൾ ഈ ഒടുക്കം എന്താണെന്നുള്ള ചോദ്യം ഈഷിൽ. മരണമാണെന്നറിയാം, എന്നാലും ആ മരണം ആനും മിൽട്ടനും എങ്ങനെ വേണമെന്ന് വരെ തീരുമാനിച്ചു കഴിഞ്ഞു. 3 ദിവസം ആഹാരമില്ലാതെ വിശന്ന് കഴിയുന്നത് തന്നെ ധാരാളം. പിന്നീടുള്ള ഏക വഴി കയ്യിലുള്ള ഈ തോക്ക് വെച്ച് കഥ അവസാനിപ്പിക്കുക എന്നതാണ്. പുറത്ത് വർഷങ്ങളോളം ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തിന്? ആർക്കു വേണ്ടി? വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം എന്തിന്? മിൽട്ടൺ എണീറ്റ് പോകുമ്പോൾ ആകെ ശോകം മുടൽ നേരെ ആനിനടുക്കൽ ചെന്ന്
താൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുകയാണ് ഇഷ്. അവരുടെ ഒടുക്കം തീരുമാനിച്ചിട്ടുള്ള ആ പ്ലാൻ മാറ്റി ഉള്ള ഉയർ നിൽക്കുന്നിടത്തോളം ജീവിക്കാൻ. എന്നാൽ ദൈവം തമ്പ്രാൻ എന്നെ വിളിച്ചാൽ പോലും തൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ലെന്നുള്ള ഡിപ്രസ്ഡായുള്ള മറുപടി കേട്ട് ഇറങ്ങിപ്പോകുന്നു ഇഷ്. വിഷാദയായി ആനു. ഹോട്ടലിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്നൊരു വെടിശബ്ദം. ഒരാൾ തൻ്റെ വിധി കുറിച്ചിരിക്കുന്നു. വണ്ടിയെടുത്ത് പോകുമ്പോൾ അടുത്ത വെടിശബ്ദവും. എക്സ്ട്രീം ഭ്രാന്തമായ അവസ്ഥയിൽ മാക്സിമം സ്പീഡിൽ കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ച് തീരട്ടെ എന്ന ഭാവത്തോടെ പോകുന്ന ഇഷിൻ്റെ വണ്ടിയുടെ മുന്നിൽ ഒരു പട്ടി വന്ന് നിൽക്കുന്നതോടെ ആ ചിന്തയ്ക്കൊരു സഡൻ ബ്രേക്ക് ആവുന്നു. ഇറങ്ങി വന്ന് പട്ടിയോട്, നീ എത്ര ഭാഗ്യവാനാടാ, ലക്കി ഇറ്റ് ഈസ്. പട്ടിയെ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് തന്നെ പോകാമെന്ന തീരുമാനത്തിൽ ഇഷ് സ്വന്തം ടൗണിലെത്തി അവിടെയുള്ള ഒരു ലൈബ്രറിയിൽ കയറി ഇനിയുള്ള അതിജീവനത്തിന് ഉപകരിക്കുന്ന ഓരോ പുസ്തകങ്ങളും എടുക്കുന്നു. സോളാർ പവർ, പാചകം, മീൻപിടുത്തം, പരിസ്ഥിതിയുടെ മൂലതത്വങ്ങൾ. അങ്ങനെ കുറച്ച് മാനസിക തയ്യാറെടുപ്പ് നടത്തി വീട്ടിലെത്തുന്നു. നല്ല പട്ടി, എത്ര പെട്ടെന്ന് തന്നെ ഇണങ്ങി. ഊപ്സ്, പട്ടിയല്ല, ലക്കി, പേരുമിട്ട് കഴിഞ്ഞു. അങ്ങനെ ദീർഘശ്വാസം എടുത്ത് പ്രകൃതിയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തായാലും ഏതായാലും നമ്മൾ ഒരുമിച്ച്. അങ്ങനെ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. നീണ്ട ഒരു കൊല്ലം. മനസ്സിനെ തളർത്താതെ പരിശ്രമിച്ച് കടന്നുപോയ കുറേ സമയങ്ങൾ. പ്രതീക്ഷ ഒരു കെടാവിളക്കായി നിലനിർത്തിയ കാലങ്ങൾ. പ്രതീക്ഷ, നമുക്ക് കാണാൻ കഴിയാത്ത പലതിനെയും കുറിച്ചുള്ള പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷ ഒടുവിൽ കാണാൻ സാധിച്ചാലോ? അതൊരു യാഥാർത്ഥ്യമായാലോ? അതാ ലക്കിയുടെ കുരകെട്ടി ഷെർവുഡ് വന്നു നിന്ന് അമ്പരക്കുകയാണ്. വിദൂരത്തിലുള്ള ഒരു വീട്ടിലെ ചിമ്മിനിയിൽ നിന്നും വമിക്കുന്ന പുക. മറ്റൊരു അതിജീവനത്തിൻ്റെ ശേഷിപ്പ് കൂടി എത്തുമ്പോൾ ഇനി മുന്നോട്ടുള്ളതെന്ത്?